ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോയതിൻ്റെ ഒരൊറ്റ സംഭവം കൂടി ഞാൻ പറഞ്ഞു വിടുന്നത്. എന്താ അറിയാമോ? യേശു ക്രിസ്തു ക്രൂസിൽ കിടന്ന ഒരു നിലവിളി നൽകുന്നത് എന്താണ്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത്? എന്താ ആ ക്രൂസിൽ നിലവിളിയുടെ അർത്ഥം എന്താ അറിയാം? യേശു ക്രിസ്തുവിനെ അടിച്ചെന്ന് പറയാൻ നമ്മൾ വിചാരിച്ച് ഈർക്കിൽ കെട്ടിയെന്നല്ലോ അടിച്ചേ. ശരീരത്തിൽ നിന്ന് അവിടെ പറഞ്ഞു 22-ാം സംഗീതം, എൻ്റെ അസ്ഥികൾ തമ്മിലുള്ള ബന്ധം വേർപെടുവോളും. അവൻ എന്നിട്ട് പറഞ്ഞ അസ്ഥികളെ എണ്ണുവാൻ കഴിയുമോ? എനിക്ക് എൻ്റെ അസ്ഥികളെ എണ്ണാൻ കഴിയുമെന്ന് പറഞ്ഞാൽ എൻ്റെ അസ്ഥികളെ എനിക്ക് എങ്ങനെയാണ് ഇതിൻ്റെ മണ്ടയ്ക്കൊന്ന് മാംസം ഉടരാതെ എനിക്ക് എങ്ങനെ അസ്ഥി എണ്ണാൻ പറ്റുന്നത്? ഈ മാംസം പോലും പറഞ്ഞു പോയി അവൻ്റെ. അതിനല്ല കർത്താവ് നിലവിളിച്ചത്. എന്നിട്ടോ അവൻ്റെ മുഖത്ത് തുപ്പി. ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയവനെ തുപ്പി അപമാനിച്ചു. അതിനുമല്ല കർത്താവ് നിലവിളിച്ചത്. മുള്ളുകൊണ്ട് കിരീടം മെടഞ്ഞു വെച്ചിട്ട് അതേ കോലുകൊണ്ട് അടിച്ചിട്ട് മുഖത്ത് തുപ്പി, കന്നത്തടിച്ചു, കണ്ണ് കെട്ടി പ്രവചിക്കുക, നിന്നെ തല്ലുന്ന ആരെന്ന് പറഞ്ഞ് വീണ്ടും അവനെ പരിച്ചു. അതിന് വേണ്ടിയിട്ടുമല്ല അവൻ കരഞ്ഞത്. അവൻ കരഞ്ഞ ഒറ്റ വിഷയമുള്ളൂ, നീ എന്നെ കൈവിട്ടതെന്ന്. എൻ്റെ ദൈവമേ നീ എന്നെ മനസ്സിലായി. അതിനവൻ നിലവിളിച്ചത്. ഓർമ്മില്ലേ വചനം? ആ ഒറ്റ എന്ന് വെച്ചാൽ ദൈവവും പുത്രനും തമ്മിലുള്ള ബന്ധം വേർതിരിഞ്ഞതാണ് പുത്രന്റെ നിലവിളിയുടെ കാര്യം. ഈ ക്രൂസിൽ വെച്ച് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഡൈവോഴ്സ് ആക്കപ്പെട്ടു. ഞാൻ ചോദിക്കട്ടെ, അനാദികാലം പറഞ്ഞാൽ സൂര്യൻ ഉണ്ടാകുന്നതിന് മുമ്പും പിതാവും പുത്രനും ഒന്നായിരുന്നു. അവർ തമ്മിൽ ഒരിക്കലും വേർപിരിഞ്ഞിട്ടുണ്ടോ? ഞാനും പിതാവും ഒന്നാകുന്നു, ഞങ്ങൾ വേർപിരിഞ്ഞിട്ടില്ല. എന്നാൽ ക്രൂസിൽ വെച്ച് പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം അങ്ങ് പോയി. അപ്പൊ ദൈവം കൂടെ ഇല്ലാത്തവന്റെ നിലവിളി എവിടെ കേട്ടത്? എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത്. എൻ്റെ ചേട്ടൻ എൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ് ആരും നിലവിളിക്കത്തില്ല. കാരണം എൻ്റെ പാപം, മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, അപ്പനും മകനും, അപ്പൻ സുപ്രീം കോടതി ജഡ്ജി, മകൻ കൊലപാതകി. വീട്ടിൽ അപ്പനും മകനും ഒന്നായിരുന്നു. പക്ഷെ നിയമത്തിന് മുമ്പ് വരുമ്പോൾ ഇവർ രണ്ടായി. ഇവിടെ പ്രതിയും ഇവിടെ ജഡ്ജിയുമായിട്ട്. മനസ്സിലാകുന്നുണ്ടോ? ഇന്നലെ വരെ വൈകിട്ടത്തെ അത്താഴം കഴിക്കുമ്പോൾ വരെ ഈ ജഡ്ജിയും പിതാവും ഒരു താലത്തിൽ നിന്ന് കഴിച്ചെന്നിരിക്കും. വീട്ടിൽ കെട്ടിപ്പിടിച്ച് ചുംബിച്ച് കരഞ്ഞെന്നും ഇരിക്കും. പക്ഷെ നിങ്ങൾ ഇന്ന് കോടതി മുറി വരുമ്പോൾ ഈ അപ്പൻ ജഡ്ജിയുടെ സിംഹാസനത്തിനും ഈ മകൻ പ്രതിക്കൂട്ടിലും കിടക്കുക, കൊലപാതകയുടെ പ്രതിക്കൂട്ടി കിടക്കുക. ആ ജഡ്ജിയായിരിക്കുന്ന പിതാവ്, ഇവിടെ ഇപ്പോൾ അപ്പനും മകനും തമ്മിലുള്ള ബന്ധമില്ല. അപ്പനും മകനും തമ്മിലുള്ള ബന്ധം വിട്ടപ്പോൾ മനസ്സിലായി, ശിക്ഷ ഞാൻ ഏറ്റേ പറ്റും. അപ്പൊ ദൈവം കൂടെ ഇല്ലാത്തവന്റെ നിലവിളിയാണ് യേശുക്രിസ്തുവിന്റെ ക്രൂശിലെ നിലവിളി. അപ്പൊ പറ, ദൈവം എൻ്റെ കൂടെ ഇരിക്കുന്നതാണോ നല്ലത്, ഈ മരിച്ചു വന്ന മനുഷ്യൻ എൻ്റെ കൂടെ ഇരിക്കുന്നതാണോ നല്ലത്? അത് അമ്മ പ്രസവിച്ച മക്കളാണ് ശരി, കർത്താവ് എൻ്റെ കൂടെ ഇരിക്കുന്നതാണോ എനിക്ക് നല്ലത്, അതോ ഈ മനുഷ്യൻ എൻ്റെ കൂടെ ഇരിക്കുന്നതാണോ നല്ലത്?